റോയ്ചായ ആദ്യം മുഖ്യമന്ത്രി ആരാവണമെന്ന് പറഞ്ഞ് ദിവസങ്ങളോളം തമ്മിത്തല്ലി ഇപ്പം അതിനെല്ലാം ഒരു പരിഹാരമായി മന്ത്രിസഭ ചുമതലയേറ്റു. എന്നാൽ ഇപ്പോഴും വകുപ്പുകളുടെ കാര്യത്തിൽ തീരുമാനമായില്ല. ഈ തർക്കം ഇതെന്ന് തീരും? ഇതൊക്കെ കോൺഗ്രസിന്റെ ഒരു കൂടപ്പുറപ്പായ കാര്യങ്ങളാണ്. കാരണം ഇതിനകത്ത് വ്യക്തമായ തീരുമാനം എടുക്കുന്നതിന് മുഖ്യമന്ത്രിക്ക് അതിനുള്ള അവകാശം പലപ്പോഴും കൊടുക്കാറില്ല. നമ്മുടെ ക്യാബിനറ്റ് വ്യവസ്ഥ അനുസരിച്ച് മുഖ്യമന്ത്രിക്കാണ് മന്ത്രിമാർക്ക് വകുപ്പുകൾ തീരുമാനിക്കാനുള്ള അവകാശമുള്ളത്, മന്ത്രിമാരെ തീരുമാനിക്കാനുള്ളത്. അപ്പൊ സാധാരണഗതി ചെയ്യുന്നത് ഓരോ ഇപ്പൊ UDF-നകത്ത് 6-7 കക്ഷികളുണ്ട്. അവർക്കൊക്കെ ഏതൊക്കെ വകുപ്പാണെന്നുള്ള ഒരു ധാരണയിൽ എത്തുക പതിവുണ്ടായിരുന്നു. ഇപ്പൊ ലീഗ് സ്ഥിരമായി ഇരിക്കുന്ന വകുപ്പുകളുണ്ട്. പൊതുമരാമത്ത്, വിദ്യാഭ്യാസം, വ്യവസായം, പിന്നെ തദ്ദേശ ഭരണം, ഇതൊക്കെ എങ്ങനെ. അപ്പൊ ഒന്നിൽ നിങ്ങളത് മാറ്റുന്നുണ്ടെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നേരത്തെ തന്നെ പറഞ്ഞൊരു ധാരണയിലെത്തി പോവുകയാണ് പതിവ്. ഇത്തവണ ആ ധാരണയൊക്കെ നിൽക്കുമ്പോഴാണ് ഈ പ്രശ്നം കോൺഗ്രസിനകത്താണ്, വെളിയിലുള്ളവർക്കല്ല. ഇപ്പൊ കോൺഗ്രസിനകത്ത് പിന്നെ ലീഗിന്റെ കയ്യിൽ വിദ്യാഭ്യാസം വരുന്നത്, ഉന്നത വിദ്യാഭ്യാസം കോൺഗ്രസ് എടുക്കുകയും പകരം ഏതോ ഒരു വകുപ്പ് കൊടുക്കുന്ന കാര്യത്തിലാണ് ഇപ്പൊ തർക്കം നിൽക്കുന്നത്. അത് ഏത് വകുപ്പാണ് എന്നുള്ള കാര്യത്തിലാണ് അതിനൊരു തീരുമാനം ഉണ്ടാകുന്നില്ല. അത് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ചർച്ച ചെയ്തുകൊണ്ട് ഇരിക്കുകയാണ്. അതിനിടയിലാണ് കോൺഗ്രസിന്റെ ഹൈക്കമാൻഡിന്റെ ഇടപെടലുണ്ടെന്ന് പറയുന്നത്. ചിലർക്കൊക്കെ ഇന്ന വകുപ്പ് കൊടുക്കണം, പിടിക്കണം എന്നൊക്കെ പറഞ്ഞുള്ള ഒരു ധാരണയിൽ. കാരണം ഇതൊക്കെ നിസ്സാരമെന്ന് തോന്നുമെന്നെങ്കിലും ഇപ്പം വളരെ കണ്ണും കാതും കൂർപ്പിച്ചിരിക്കുന്ന മാധ്യമങ്ങൾ പുറത്തു നിൽപ്പുണ്ട്. അവർ കിട്ടിയത് നേരായതും നേരല്ലാത്തതുമായ കഥകൾ ഇറക്കി എപ്പോഴും ഇതിങ്ങനെ നാട്ടിച്ചുകൊണ്ടിരിക്കും. അവരുടെ കുറ്റമല്ല. കാരണം വാർത്തകൾ പലതും എന്താണ് ശരിയാണെന്ന് പോലും നോക്കാതെ തന്നെ അന്തരീക്ഷത്തിൽ കെട്ടിയിറക്കുന്ന വാർത്തകളാണ് ഒരു 99% എല്ലാ കാലത്തും. അപ്പൊ അത് ഒഴിവാക്കണമെങ്കിൽ നിങ്ങൾക്ക് ഇത്തരം കാര്യങ്ങൾ ഒരു വ്യക്തത ഉണ്ടാവണം. നിങ്ങൾ നേരത്തെ പറഞ്ഞു ഒരു 50 അല്ല അരമണിക്കൂർ മുഖ്യമന്ത്രിയെ തീരുമാനിക്കുമെന്ന് പറഞ്ഞാൽ അത് 11 ദിവസം വരെ എടുത്തു. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളിൽ ഒഴിവാക്കുക എന്നുള്ളത് കോൺഗ്രസ് നേതൃത്വമാണ് ചെയ്യേണ്ടത്. അത് കൂട്ടായ നേതൃത്വം ഇരുന്ന് അല്ലെങ്കിൽ UDF നേതൃത്വം ഇരുന്നാണ് അത് പ്രവർത്തിക്കാനുള്ള സൗകര്യങ്ങൾ ഉണ്ടാക്കുക. ഇക്കാര്യത്തിൽ മുഖ്യമന്ത്രിക്ക് ഒരു സ്വാതന്ത്ര്യം കൊടുക്കണം, പാർട്ടി നേതൃത്വവും എല്ലാം. അല്ല, ചിന്തിക്കേണ്ട വലിയ നാണക്കേടാണ്. കാരണം സത്യപ്രതിജ്ഞ ചെയ്ത് 24 മണിക്കൂറായി. ഇനി ഏത് വകുപ്പ് മന്ത്രിമാരെ ആലോചിക്കണം, ഞങ്ങൾ എന്താ പലരും. ഞാനിപ്പോ രാവിലെ നമ്മുടെ സുഹൃത്തുക്കളായ ജേർണലിസ്റ്റുകളോടും മന്ത്രിമാരോടും ഒക്കെ ചോദിച്ചപ്പോൾ അവരാരും ഓഫീസുകളിൽ വന്നിട്ടില്ല. കാരണം ഏത് വകുപ്പാണ്, ഏത് ഓഫീസാണ്, ഏത് താമസിക്കാനുള്ള വീട് ഏതാണ്, ഇതിനകത്തൊന്നും ഒരു വ്യക്തത വരുന്നില്ല. ആ വ്യക്തതയൊക്കെ നിമിഷ നേരങ്ങളിൽ ഉണ്ടാവേണ്ടതാണ്. ഞാനതാ പറഞ്ഞത്, മുഖ്യമന്ത്രിക്ക് സ്വതന്ത്രമായി പ്രവർത്തിക്കാൻ പലപ്പോഴും ഈ പാർട്ടി നേതൃത്വങ്ങളും ഈ ഘടകകക്ഷികളും ഒന്നും പല കാര്യത്തിൽ ഇങ്ങനെയിട്ട് അലമ്പുണ്ടാക്കിക്കൊണ്ട് ഇതിനൊക്കെ ഒരു ക്ലാസിക്കായിട്ട് ഒരു വളരെ ഫാസ്റ്റായിട്ട് നീങ്ങിക്കൊണ്ട് പോകാനുള്ള അവസരമാണ് ഉണ്ടാവേണ്ടത്. കാരണം ഇത് പൊതുമധ്യത്തിലിട്ട് അലക്കാതെ ഇതിപ്പോ എങ്ങനെയാണ് ഇതൊക്കെ പുറത്തു വരുന്നത്? കോൺഗ്രസിന്റെയും UDF-ന്റെയും അകത്ത് നടക്കുന്ന ചർച്ചകൾ മാധ്യമങ്ങളിലേക്ക് പോകുന്ന എവിടെ? ഈ മന്ത്രിമാർ, ഈ രാഷ്ട്രീയ നേതാക്കന്മാരുമാണ് ഇത് പോയി മാധ്യമങ്ങളുടെ മുമ്പിൽ ഘോഷിച്ചു കൊടുക്കുന്നത്. അപ്പൊ ഇത് ഒന്നാമത്തെ കാര്യം, കോൺഗ്രസ് മുഖ്യമന്ത്രി ഉൾപ്പെടെ ഉള്ളവർ തീരുമാനിക്കേണ്ടതെന്ന് പറഞ്ഞാൽ, നിങ്ങൾ ഈ അനാവശ്യമായ കാര്യങ്ങൾ മാധ്യമങ്ങളോട് പോയി സംസാരിക്കുന്ന മന്ത്രിമാരെ നിയന്ത്രിക്കുക, രാഷ്ട്രീയ നേതാക്കളെ നിയന്ത്രിക്കുക. പാർട്ടിക്കുള്ളിൽ മന്ത്രിസഭയ്ക്കുള്ളിൽ നടക്കുന്ന ചർച്ചകൾ മന്ത്രിസഭയ്ക്കുള്ളിൽ തന്നെ നിൽക്കുക. മുഖ്യമന്ത്രിയാണ് അത് ബ്രീഫ് ചെയ്യേണ്ടതെന്നുള്ള തീരുമാനിക്കുക. മന്ത്രിമാർക്ക് അവരുടെ വകുപ്പുകളെ കുറിച്ചുള്ള അഭിപ്രായം വേണേൽ പുറത്തു പറയാം. അതൊഴിച്ച് രാഷ്ട്രീയവും മറ്റു വകുപ്പുകളുടെ കാര്യത്തിൽ അത് പോയി തലയിട്ടിട്ട് അഭിപ്രായം പറയുന്ന പരിപാടി, അത് പിന്നെ കോൺഗ്രസിനകത്ത് എല്ലാ കാലത്തും ഒരു ശാപമാണ്. പലപ്പോഴും ഈ അകത്തുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ പുറത്തു വരുന്നതിന്റെ കാരണം ഇതാണ്. ഈ മന്ത്രിമാരും അവരെ ചുറ്റി പരിക്കുന്ന ശിങ്കിടി വൃന്ദങ്ങളുമാണ് ചാനലുകൾക്കും പത്രങ്ങൾക്കും ഒക്കെ ചോർത്തി കൊടുക്കുന്നത്. നമ്മൾ ഈ കഴിഞ്ഞ ഈ മുഖ്യമന്ത്രിയുടെ ഈ തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് കണ്ടതാ. പല ചാനലുകളും പലതരത്തിലുള്ള വാർത്തകൾ വരുന്നതിന്റെ റീസൺ എന്ന് പറഞ്ഞാൽ ഈ മന്ത്രിമാരെയും നേതാക്കന്മാരെയും ചുറ്റി ശിങ്കിടികളാണ് ഇത് ഫീഡ് ചെയ്യുന്നത്. ഇതിനകത്ത് 99% കള്ള വാർത്തകളാണ് വരുന്നത് മുഴുവൻ. ഒരെണ്ണത്തിന് പോലും അടിസ്ഥാനം എന്തായിരുന്നു നമ്മൾ കണ്ടതല്ലേ, ആരാകും മുഖ്യമന്ത്രി എന്നൊക്കെ പറഞ്ഞ കഥകൾ ഇവിടെ കേട്ടതാ. പക്ഷെ ഇനിയെങ്കിലും ക്യാബിനറ്റ് ഫോർമേഷൻ വന്നിട്ട് ഇന്ന് വൈകിട്ട് ഒരു 5 മണിക്ക് മുമ്പെങ്കിലും ഈ കാര്യത്തിൽ ഒരു വ്യക്തത ഉണ്ടാക്കാൻ മുഖ്യമന്ത്രിക്ക് കഴിയണം. അപ്പൊ അതിനകത്തൊരു തീരുമാനം എടുക്കണം. വളരെ കർക്കശമായ ചില തീരുമാനങ്ങൾ എടുത്താൽ പോലും പ്രശ്നമില്ല. കാരണം ഇത് നിങ്ങൾക്ക് ഒരു തീരുമാനം എടുക്കാൻ കഴിയുന്നില്ല, നിങ്ങൾ പരസ്പരം തല്ലുകയാണെന്നുള്ള ചിത്രമാണ് ഓരോ ദിവസവും പുറത്തു വരുന്നത്. അതിനൊക്കെ ഒരു എന്താ പറയാ, ഒരു കൃത്യമായ ഒരു നടപടിക്രമം പാലിച്ച് തന്നെ കാര്യങ്ങൾ. ഇപ്പൊ കോൺഗ്രസ് സംഭവിക്കുന്നത്, ഒരു വകുപ്പ് ഒരു മന്ത്രിയെ ഏൽപ്പിക്കുന്നെങ്കിൽ പോലും ആ മന്ത്രിയുടെ സമുദായം നോക്കണം, അത് അല്ലെങ്കിൽ ആ സമുദായിക പിന്തുണ നോക്കണം. ഇങ്ങനെ ഒരു ഗതികേണ്ട ആവശ്യമുണ്ട്. അല്ല, അതൊന്നും ഒരു കാരണവശാലും അനുവദിക്കാൻ പാടില്ല. കേരളത്തില് നിങ്ങൾ സമുദായ നേതാക്കന്മാർ പറയുന്നത് നമ്മൾ കേട്ടത്, ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് പല സമുദായ നേതാക്കന്മാർ തലയും കുത്തി എന്ന് പറഞ്ഞവരെല്ലാം
തുന്നമ്പാടി മണ്ണ് നിന്ന് കിടക്കുവാണ്. അതൊന്നും സമുദായ നേതാക്കന്മാരെ രാഷ്ട്രീയത്തിൽ അടുപ്പിക്കേണ്ട കാര്യമൊന്നുമില്ല. ഞങ്ങളുടെ സമുദായത്തിൽപ്പെട്ട ഒരാൾക്ക് മന്ത്രിയാക്കണമെന്ന് പറഞ്ഞാൽ അതങ്ങ് പള്ളിയിൽ പോയി പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞാൽ മതി. അതിനകത്തൊന്നും ഒരു മടിയും വിചാരിക്കും. കാരണം സമുദായ നേതാക്കന്മാരുടെ ഈ തിട്ടൂരം വാങ്ങി മന്ത്രിമാരെയും ഉദ്യോഗസ്ഥന്മാരെയും നിയന്ത്രിക്കുന്ന പരിപാടിയെ അത് പാടില്ല എന്ന് തന്നെ തീരുമാനിക്കുക. സതീശൻ അക്കാര്യത്തിൽ വളരെ ബ്ലണ്ടായിട്ടുള്ള തീരുമാനം എടുക്കാനുള്ള കഴിവുണ്ടാവണം. സമുദായ നേതാക്കന്മാർ അവിടെ നിന്നാൽ മതി, അവർ നിൽക്കേണ്ടിടത്ത് നിന്നാൽ മതി. അവരുടെ സമുദായവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ സർക്കാരിനെ ധരിപ്പിക്കാം, അതിനകത്തൊന്നും ഒരു തെറ്റുമില്ല. അത്തരം കാര്യങ്ങൾ പരിഗണിക്കുകയും വേണം. അങ്ങനെ ഒരു സമുദായത്തിന് ഒരു ആവശ്യം ഉണ്ടെങ്കിൽ അവരുടെ കാര്യം പരിഗണിക്കുകയും അത് നടപ്പിലാക്കി കൊടുക്കാനുള്ള ശ്രമം ഉണ്ടാകും. പക്ഷെ അതല്ല, ഞങ്ങൾ പറയുന്നവരെ മന്ത്രിയാക്കണം, ഇന്ന സഭയ്ക്കകത്തുനിന്ന് ഇന്നാളെ മന്ത്രിയാക്കണം, അതങ്ങ് പള്ളി പറഞ്ഞാൽ മതി എന്ന് തന്നെ പറയണം. സമുദായമല്ല വോട്ട്. ഒരു ഇന്ന സമുദായത്തിലാക്കണമെന്നോ ഇപ്പം പറയുന്നു ഓർത്തഡോക്സ് ഇത് അല്ലെങ്കിൽ മർത്തോമായി ഇന്നാളെ വെക്കണം. മർത്തോമാക്കാരൻ്റെ വോട്ട് വാങ്ങിച്ചിട്ടല്ല ഒരു മന്ത്രിയാകുന്നു, ഒരു MLA ആകുന്നു. എല്ലാ സമുദായങ്ങളുടെ വോട്ടാണ്. നിങ്ങൾ പറയുന്ന ജനങ്ങളുടെ മന്ത്രി മതിയല്ലോ, സമുദായത്തിന്റെ മന്ത്രിയല്ല. സമുദായത്തിനല്ല ഈ വോട്ട് കിട്ടിയിരിക്കുന്നത്. ഇത് കോൺഗ്രസ് പാർട്ടിക്ക് UDF-നാണ് ജനങ്ങൾ വോട്ട് കൊടുത്തത്. അപ്പൊ ഇന്ന സമുദായത്തിന്റെ വോട്ടെന്നുള്ളത് ആ ബാലറ്റ് പേപ്പറിൽ എഴുതിയൊന്നും വെച്ചിട്ടില്ലല്ലോ ഇന്ന സമുദായമാണ്. അതൊന്നും അനുവദിക്കാനേ പാടില്ല. ഒരു സമുദായവും അവരുടെ കാര്യങ്ങൾ സമുദായമായിട്ട് നിന്നാൽ മതി. അവരുടെ രാഷ്ട്രീയ ആവശ്യങ്ങൾ സർക്കാരിന്റെ മുമ്പിൽ വെക്കാം. സർക്കാർ അത് പരിഗണിക്കുകയും വേണം. അതിനപ്പുറത്തേക്ക് മന്ത്രി ആരാണോ MLA ആരാകണം, ഇന്നയാളുടെ കത്തും വാങ്ങിച്ചുകൊണ്ട് വരുന്നവരെ ഇന്ന പോസ്റ്റിലേക്ക് വെക്കണം. ഇനിയിപ്പം കോർപ്പറേഷൻ, അക്കാഡമി, അതും ഇതൊക്കെ വരുന്നു. ഓരോരുത്തരും ഓരോ സമുദായങ്ങൾ എഴുതി കൊടുക്കുന്ന കാര്യം പരിഗണിക്കേണ്ട കാര്യമേ ഇല്ല. നിങ്ങൾ ആ പാർട്ടിയിലെ ജെനുവിനായിട്ട് കഴിവുള്ളവരെ വേണം എടുക്കാൻ. അതിന് ജാതി സമുദായം ഒന്നും നോക്കേണ്ട ഒരു കാര്യമില്ല. അതിന്റെ അടിസ്ഥാനത്തിലുള്ള ഒരു തെരഞ്ഞെടുപ്പ് വിജയവുമല്ല ഉണ്ടായിരിക്കുന്നത്. അതൊക്കെ വേറെ കാര്യം. അപ്പൊ കോൺഗ്രസ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ കോൺഗ്രസ് അടിസ്ഥാനപരമായി അവരുടെ പാർട്ടിക്കുള്ളിലെ അച്ചടക്കവും UDF-നുള്ളിലെ അച്ചടക്കവും നിലനിർത്തിക്കൊണ്ട് വേണം കൊണ്ടുപോകാൻ. കഴിഞ്ഞ അവിടെ ഈ PC ജോർജ് എന്ന് പറയുന്ന ഒരാളെ കയറൂരി വിട്ടതിന്റെ നാണക്കേടിനകത്തു നിന്ന് ഇപ്പോഴും ഊരാൻ കഴിഞ്ഞിട്ടില്ല. അത്തരക്കാരെ നിങ്ങൾ അങ്ങനെ മുന്നണിക്കെതിരായിട്ട് സംസാരിക്കുന്നവരെ ക്യാബിനറ്റിൽ നിന്നുകൊണ്ട് ക്യാബിനറ്റിൽ പുറത്തു വന്ന് ഈ കാര്യങ്ങൾ മാധ്യമങ്ങൾക്ക് ചോർത്തി കൊടുക്കുകയും സർക്കാരിനെ അപമാനിക്കുകയും തരത്തിലുള്ള പ്രസ്താവന നടന്ന മന്ത്രിമാരെയൊക്കെ അന്നേരം വെട്ടിയും കണക്കെടുത്ത് പോകാൻ പറയണം. അതിനകത്ത് ഗ്രൂപ്പ് ഒന്നും അല്ല നോക്കേണ്ടത്. കാരണം ആ ബേസിക് ആയിട്ടുള്ള അച്ചടക്കം വേണം. അച്ചടക്കമില്ലായ്മയാണ് പലപ്പോഴും കോൺഗ്രസിന് വിനയായി വരുന്നത്. അപ്പൊ ആ വക കാര്യങ്ങളിലാണ് ഒരു മന്ത്രി എന്നുള്ളതിൽ, മുഖ്യമന്ത്രി എന്നുള്ളതിൽ, ക്യാബിനറ്റിന്റെ തലവൻ എന്നുള്ളതിൽ സതീശൻ തീരുമാനിക്കുന്നത്. പിന്നെ വേറൊരു കാര്യം, ഇതിനിട്ട് ഈ നീട്ടിക്കൊണ്ടു പോകുന്നതോറും തന്നെ മാധ്യമങ്ങളിൽ 100 കഥകൾ വരും. അത് പിന്നെ ഇത് തിരുത്താനും അതിന് മറുപടി പറയാനും നടക്കാനേ മന്ത്രിമാർക്ക് നേരം കാണുകയുള്ളൂ. അപ്പൊ മന്ത്രിമാർക്ക് കാരണം ഇതിനകത്ത് ഇപ്പൊ ഈ 20 മന്ത്രിമാരിൽ ഏതാണ്ട് 10-14 പേരോളം പുതിയ മന്ത്രിമാരാണ്. അപ്പൊ അവർക്ക് വിഷയങ്ങൾ പഠിക്കാനുള്ള അവസരം ഉണ്ടാവണം. അവരേത് വകുപ്പിന്റെ ചുമതല കൊടുക്കുമ്പോൾ അവരെ വന്ന് ഉദ്യോഗസ്ഥന്മാർക്ക് കാണാനും ഇത് മൊത്തത്തിൽ എന്താണ് ഈ വകുപ്പിനകത്ത് കഴിഞ്ഞ 10 വർഷം സംഭവിച്ചതെന്നുള്ളത് ഒരു വിലയിരുത്തലിനും ഒക്കെ ഉള്ളൊരു അവസരം ഉണ്ടാവണം. ചിലപ്പം പല വകുപ്പുകളും ഇമ്മീഡിയറ്റ് ആയിട്ട് തീരുമാനങ്ങൾ എടുക്കേണ്ട കാര്യങ്ങളാണ്. അതൊക്കെ ഇമ്മീഡിയറ്റ് ആയിട്ട് തീരുമാനം എടുക്കണമെങ്കിൽ അവരിതേക്കുറിച്ച് പഠിക്കാനുള്ള സമയം വേണം. അപ്പൊ അതിനൊക്കെയുള്ള അവസരം ഉണ്ടാകണം. അപ്പൊ നിങ്ങൾ അന്നേരം ഇങ്ങനെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ തട്ടി സമയം കളയുക. ഏത് ഓഫീസ്, ഏത് ബിൽഡിംഗ്, അതിലൊന്നും ഒരു കാര്യമില്ല. നിങ്ങൾ പ്രവർത്തിക്കുക എന്നുള്ളതാണ് നിങ്ങളുടെ ബേസിക് ആയിട്ടുള്ള കാര്യം. ഏത് വീട് കിട്ടിയാലും എന്താണ്, ഓരോ വീടിനും വലിയ പ്രത്യേക അയച്ചിരുന്നു, ഓരോ വീട് മേടിച്ച് നമ്മൾ കണ്ടതാണ്. ജനം തൊഴിച്ചെടുത്ത് വെളികളെ ഇങ്ങനെയുള്ള സില്ലി കാര്യങ്ങളിനകത്തേക്കല്ല മന്ത്രിമാരുടെ ശ്രദ്ധ പോകേണ്ടത്. നിങ്ങൾക്ക് കിട്ടിയ അവസരങ്ങൾ ഉപയോഗിച്ച് ജനങ്ങളുടെ ക്ഷേമത്തിന് വേണ്ടി പ്രവർത്തിക്കാൻ. ഇപ്പൊ തുടക്കം വലിയ കുഴപ്പമില്ലാതെ പോയി. എവിടെയാണ് പാവപ്പെട്ടവർക്ക് വേണ്ടി പല കാര്യങ്ങൾ ചെയ്യാൻ അത്തരം നല്ല കാര്യങ്ങൾ ചെയ്ത് ജനങ്ങളുടെ ക്ഷേമത്തിന് വേണ്ടിയുള്ള കാര്യങ്ങൾ ചെയ്യുക. ബാക്കിയൊക്കെ നിങ്ങൾക്ക് വീട് കിട്ടുന്നതും നിങ്ങൾക്ക് ഏത് കാറ് വേണമെന്നുള്ളതും അതൊക്കെ രണ്ടാമത്തെ കാര്യം. അതിലൊന്നും ഒരു കാര്യവുമില്ല. നിങ്ങൾ ജനങ്ങളെ കരുതുന്നു എന്ന് തോന്നിയാൽ നിങ്ങൾക്ക് അവർ കൊട്ടാരം വാങ്ങിച്ചു തരാൻ പണിതാൽ പോലും ജനങ്ങൾ അതൊന്നും ഇടപെടാൻ പറ്റത്തില്ല. അപ്പൊ പബ്ലിക്കിന് വേണ്ടിയുള്ള കാര്യങ്ങൾ ചെയ്യാനായിട്ടുള്ള സമയം കണ്ടെത്തുക. നിസ്സാരമായ കാര്യങ്ങളുടെ പേരിൽ അടികൂടി നാറ്റക്കേസുകൾ ഉണ്ടാക്കാതിരിക്കുക എന്നുള്ളതാണ് മന്ത്രിമാർ ശ്രമിക്കുക. കാരണം UDF-ഉം മന്ത്രിമാരുടെ മുമ്പിലുള്ള ഏറ്റവും വലിയ ഒരു അപമാനമായിട്ട് ഇപ്പോഴും നിൽക്കുന്ന സോളാറാണ്. ഇതേപോലുള്ള ഇടനിലക്കാരികളും ഇവിടെ കയറി ഇറങ്ങി നടക്കും. അതിനകത്ത് ഒരു വ്യക്തത ഉണ്ടാവണം. ആരെ കാണണം, ആരെ കാണണ്ട എന്നൊക്കെയുള്ള മന്ത്രിമാർ തന്നെ ഒരു എന്താ പറയുക, ഒരു ഡെക്കോറം അല്ലെങ്കിൽ അതിനു വേണ്ടിയുള്ള ഒരു പെരുമാറ്റച്ചട്ടമാണ് UDF-ന്റെ. പിണറായിയുടെ ഭാഷയെ പറഞ്ഞ അവതാരങ്ങൾ എന്നിട്ട് അവിടെ കയറി ഇറങ്ങി നടക്കുന്നത്. എല്ലാ അവതാരങ്ങളും സൂക്ഷിക്കണമെന്ന് നമ്മൾ കണ്ടതാ. പിന്നെ 15-ഉം 18-ഉം അവതാരങ്ങളാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ കയറി ഇറങ്ങി നടന്നത് അല്ലേ. സ്വർണ്ണക്കടത്തും മറ്റേ സ്വപ്ന സുരേഷും ശിവശങ്കറും ഒക്കെ തന്നെ കയറി ഇറങ്ങി നടന്ന കഥകളാണ് നമ്മൾ കേട്ടത്. അതൊന്നും ഉണ്ടാവാതിരിക്കുക.